വെൽക്കം ടു RK's സ്റ്റോറീസ്. ഇനിയും ഈ വഴിയെ 16. വൈകുന്നേരത്തെ റിസപ്ഷനും കഴിഞ്ഞ് ചെറുക്കനെയും പെണ്ണിനെയും ആമ്പലിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് രാത്രി ഭക്ഷണത്തിനു ശേഷം മഹിയുടെ വീട്ടുകാർ തിരികെ വീട്ടിലേക്ക് പോയിരുന്നു. വിശ്വനമ്മാവനും കുടുംബവും ഇറങ്ങാൻ നിൽക്കുന്നതിനിടയിൽ വിനയൻ ആമ്പലിൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ, ഞാനെന്നും നിൻ്റെ ഒപ്പം ഉണ്ടാകും. എന്ത് പ്രശ്നമുണ്ടേലും എന്നോട് പറയാൻ മടിക്കരുത്, കേട്ടല്ലോ? അവൾ തലയാട്ടി. അവളെ ചേർത്ത് പിടിച്ച് മുടിയിലൊന്ന് തലോടിയിട്ട് വിനയൻ പുറത്തേക്കിറങ്ങി. ആമ്പു ചേച്ചി, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. തംസപ്പ് കാട്ടിയിട്ട് നേത്രയും അവരോടൊപ്പം ഇറങ്ങി. വിശ്വനമ്മാവനും കുടുംബവും പോയതോടെ നിഷ ആമ്പലിനെ ഒരുക്കാൻ തുടങ്ങി. നേരിയ കസവിൻ്റെ സെറ്റുസാരി മുടിപ്പിച്ച് മുടിയിൽ കുറച്ച് മുല്ലപ്പൂവും ചൂടിക്കുന്നതിനിടയിൽ നിഷയോട് ആമ്പൽ ചോദിച്ചു, എടി നിച്ചു, നിനക്കിന്ന് പോണോടി? കടിച്ചു പിടിച്ചിരുന്ന സ്ലൈഡ് എടുത്ത് മുല്ലപ്പൂ ആമ്പലിൻ്റെ മുടിയിലേക്ക് ഊത്തുന്നതിനിടയിൽ നിഷ അല്പം കുസൃതിയോടെ തിരിച്ചു ചോദിച്ചു, എന്തേടി, ഞാനിവിടെ മുറിയിലേക്ക് വരണോ? ഒന്ന് പോയേടി, അതല്ല, ആകപ്പാടൊരു വിറയല്. ആമ്പലിനെ കൈകൾ കൊണ്ടൊന്ന് ഇരുവശത്തേക്കും തിരിച്ച് ഭംഗി നോക്കിയിട്ട് നിഷ ചോദിച്ചു, എന്തിന്? അവനെങ്ങാനും കയറി പിടിച്ചാലോടി? ഫസ്റ്റ് നൈറ്റ് ആകുമ്പോൾ ചെക്കൻ പെണ്ണിനെ കയറി പിടിച്ചെന്നും ഉമ്മ വെച്ചെന്നുമൊക്കെ വരും. അതിനും കൂടി വേണ്ടിയിട്ടല്ലേ മോളെ നിന്നെ ഞാനീ അണിയിച്ചൊരുക്കുന്നത്. അവളുടെ കവിളിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചിട്ട് നിഷ പറഞ്ഞു, ഇതെല്ലാം ചേർന്നതാണ് മോളെ ദാമ്പത്യം. അയ്യേ, ഒന്ന് പോയേടി, എനിക്കൊന്നും വയ്യ. പിന്നെ നീ എന്തു ചെയ്യാൻ പോണു? അതൊക്കെയുണ്ട് മോളെ. എൻ്റെ സമ്മതമില്ലാതെ മേത്ത് തൊട്ടാൽ അവൻ വിവരമറിയും. നിഷ കണ്ണുമിഴിച്ചു. അവൾ തലയണക്കടിയിൽ നിന്നും ഒരു പൊതിയെടുത്ത് നിഷയുടെ മുന്നിലേക്ക് നീട്ടി. കണ്ടോ, പെപ്പർ സ്പ്രേ. അവൾ ആ പൊതി തുറന്നു കാട്ടി. പെപ്പർ സ്പ്രേയോ? എൻ്റെ ഈശ്വരാ! നിഷ തലക്ക് കൈവച്ച് അവളെ നോക്കി. ഇടി പോത്തേ, സത്യത്തിൽ നിനക്കിത് എന്തിൻ്റെ ക്രിമികടിയാ? അല്ലടി, ഒരു ധൈര്യത്തിന് ഇരിക്കട്ടെ. അതിലെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കിക്കൊണ്ടിരുന്ന ആമ്പലിൻ്റെ കയ്യിൽ നിന്നും നിഷ അത് പിടിച്ചു വാങ്ങി ജനാലിൽ കൂടി പുറത്തേക്കെറിഞ്ഞു. അവക്കട അമ്മുമ്മേനെ കെട്ടിക്കാനായിട്ട് കൊണ്ടുവന്നേക്കണ്. ഹോ, ആദ്യ രാത്രിയിൽ പെപ്പർ സ്പ്രേയും കൊണ്ട് മണിയറയിലേക്ക് പോകുന്ന ആദ്യത്തെ പെണ്ണായിരിക്കും നീ. എന്ത് പണിയാടി നീ കാണിച്ചേ? ജനാലയ്ക്കടുത്തേക്ക് നടക്കാൻ പോയ ആമ്പലിനെ പിടിച്ചു നിർത്തിയിട്ട് നിഷ അവളുടെ മുഖം കൈകളിലെടുത്തു. എടാ ആമ്പു, നീ ഒരു കാര്യം മനസ്സിലാക്ക്. കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മളല്ലാതാകേണ്ട കാര്യമൊന്നുമില്ല. പരിചയമില്ലാത്തൊരു വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നതെങ്കിൽ അല്പം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം എന്നൊരു കാര്യം പോലും നിനക്കിവിടെയില്ല. നീ കളിച്ചു വളർന്ന വീട്, അമ്മയേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്ന അപ്പച്ചി. അതുകൂടാതെ ഞാനൊരിക്കൽ പറഞ്ഞതാ, അവനൊരിക്കലും അനാവശ്യമായി നിന്നെ കയറി പിടിക്കാനൊന്നും വരില്ലെന്ന്. ആമ്പൽ മൂളിയെങ്കിലും അവളുടെ മനസ്സ് അവിടെയൊന്നുമല്ലെന്ന് നിഷയ്ക്ക് തോന്നി. ആ സമയം തൊട്ടടുത്ത ആമ്പലിൻ്റെ മുറിയിൽ മഹിയെ കൊണ്ടിരുത്തിയിട്ട് ഉപദേശിക്കുകയായിരുന്നു സൈമൺ. പൊന്നും മച്ചാനെ, എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് കിട്ടിയ ലോട്ടറിയാണവൾ. സുന്ദരിയല്ലേടാ, മാത്രമല്ല അവൾക്ക് നിന്നെ ഇഷ്ടവുമാണ്. ഇതൊന്നും പോരാത്തതിന് അമ്മമ്മയുടെ വക ആവശ്യത്തിലധികം സമ്മാനങ്ങളും. ആനന്ദലബ്ധിക്കിനി എന്ത് വേണം മകനേ? നീതേ അവളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മാത്രം മതി. ഇരട്ടിയായി ആ സ്നേഹം അവൾ തിരിച്ചു തരും. കാലത്തൊന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചതിൻ്റെ പാട് നീയും കണ്ടതല്ലേ? മഹി കവിളിലെ കടിപ്പാടിൽ തടവി. അത് പിന്നെ അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ? നീ കണ്ടോ മോനെ, ഇന്ന് രാത്രി ആ പാടിൽ അവൾ ഉമ്മകൾ കൊണ്ട് നിറക്കും. അങ്ങനെ ആയ അവൾക്ക് കൊള്ളാം, അല്ലാതെ മുട കാണിക്കാൻ വന്നാലേ എൻ്റെ തനിക്കൊണം അവൾ കാണും. ഇട്ടിരുന്ന കുർത്തയുടെ കോളർ ശരിയാക്കിക്കൊണ്ട് മഹി പറഞ്ഞു. സൈമൺ അവൻ്റെ പിന്നിൽ ചെന്നു നിന്ന് കുർത്തയുടെ കൈ ശരിയാക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു, എടാ കോപ്പേ, പെണ്ണിനെ കയ്യിലെടുക്കാൻ അവളോടൽപ്പം വാത്സല്യവും പ്രണയവുമൊക്കെ കാണിക്കണം. നീ കണ്ടിട്ടില്ലേ കഥകളിലും സിനിമകളിലുമൊക്കെ നായകൻ പ്രണയം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്നത്? മഹി അവനു നേരെ തിരിഞ്ഞു. ശരിയാ, കാണിക്കണമെന്നൊക്കെ ഉണ്ടടാ,
പക്ഷേ അവളുടെ ആ പുരികവും നെറ്റിയും ചുളുക്കി പിടിച്ചുകൊണ്ടൊരു നിൽപ്പും നോട്ടവും ഉണ്ട്. ഹോ, അത് കാണുമ്പോഴുണ്ടല്ലോ ഈ പെരുവരിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് വിറഞ്ഞു കയറും. അപ്പോൾ കൺട്രോൾ ചെയ്യണവടാ. എന്നിട്ട് പൊന്നെ, കരളെ, ചക്കരെ എന്നൊക്കെ അങ്ങ് വിളിച്ചേക്കണം. ആ നോക്കാം. അവൻ തല ചൊറിഞ്ഞു. നോക്കിയാ നിനക്ക് കൊള്ളാം. ഇല്ലേ പെണ്ണ് ഇളിച്ചു കാണിക്കുന്ന വല്ലവൻ്റെ പുറകെ അങ്ങ് പോകും. എങ്കിൽ ഞാനവളെ കൊല്ലും. അത് കൊള്ളാം. ഇതാണ് പൊസസീവ്നെസ്. മതി, ഇത് മതി. ബാക്കിയൊക്കെ താനെ ശരിയായിക്കൊള്ളും. കർത്താവേ മിന്നിച്ചേക്കണേ എന്നു മനസ്സിലോർത്തിട്ട് അവൻ പറഞ്ഞു, അപ്പോൾ മച്ചാനെ, ഓൾ ദി ബെസ്റ്റ്. ഓ താങ്ക് യു. വലിയ താല്പര്യമില്ലാത്ത മട്ടിലുള്ള അവൻ്റെ നിൽപ്പ് കണ്ടുകൊണ്ടാണ് സൈമൺ പോകാനായി പുറത്തേക്കിറങ്ങിയത്. മുറിക്കകത്ത് കണ്ണാടിയിൽ നോക്കി കവിളിൽ കരുവാളിച്ച് കിടക്കുന്ന കടിപ്പാടിൽ തടവിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ ഒരു വളകിലുക്കം മഹി കേട്ടത്. സോറി. വാതിലിനടുത്തു നിന്നും ആമ്പലിൻ്റെ ക്ഷമാപണം കേട്ട മഹി തലചരിച്ചു നോക്കി. ചാരിയ വാതിലിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന ആമ്പൽ. സെറ്റ് സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടിയ മുടി മുന്നിലേക്കെടുത്തിട്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും അതിനു മുകളിൽ നേർത്തൊരു വര പോലെ സുന്ദൂരവും തൊട്ട് കയ്യിലൊരു ഗ്ലാസ് പാലുമായി നിൽക്കുന്ന അവളുടെ രൂപത്തിൽ മിഴികളുടക്കി അവൻ നിന്നു. സ്വപ്നത്തിലെന്ന പോലെ അവളുടെ അടുത്തേക്ക് മെല്ലെ അടികൾ വെച്ച അവൻ അവളുടെ മുന്നിൽ ചെന്നു നിന്നു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ തലയും കുമ്പിട്ട് പരിഭ്രമിച്ച് നിൽക്കുന്നതിനിടയിലാണ് അവൻ്റെ വലത്തെ കൈ തനിക്ക് നേരെ ഉയരുന്നത് അവൾ കണ്ടത്. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുന്നിൽ നിന്നും ചാടി മാറി. കയ്യിലിരുന്ന പാൽ ഗ്ലാസ് തുളുമ്പി അല്പം പാല് താഴെ പോയി. എന്താടി? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മഹി ചോദിച്ചു. നീ എന്താ ചെയ്യാൻ പോയേ? അവൾ ചൂടായി. ഞാനീ വാതിലടക്കാൻ. മുകളിലെ കൊഴുത്തിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു. ഹോ, ഞാൻ വിചാരിച്ചു. പറഞ്ഞത് മുഴുമിപ്പിക്കാതെ അവൾ നിർത്തിയതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. നീ എന്താ വിചാരിച്ചത്? അവൻ സംശയം നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. അവൾ ചുമൽ കൂച്ചി. പല്ല് ചിലക്കും പോലെ ചിലക്കാതെ കാര്യം പറയടി. ഒന്നുമില്ലെന്ന്. നിനക്ക് പാല് വേണോ? ആ ഇന്നാ. അവൾ കയ്യിലിരുന്ന പാലിൻ്റെ ഗ്ലാസ് അവൻ്റെ നേർക്ക് നീട്ടി. ഇതാണോ? അവൻ നിന്ന് തല ചൊറിയാൻ തുടങ്ങി. പിന്നെ? അവൻ ഉദ്ദേശിച്ചത് മനസ്സിലാകാതെ അവൾ കണ്ണുകൾ കൂർപ്പിച്ചു. അവൻ്റെ കുസൃതി നിറഞ്ഞ നോട്ടം അവളുടെ മുഖത്തു നിന്നും കഴുത്തിലൂടെ താഴേക്ക് അരിച്ചിറങ്ങി. ഭാ! ആ ഒരൊറ്റ ആട്ടിൽ പുറകോട്ട് നീങ്ങിപ്പോയ അവൻ കട്ടിലിൽ ചെന്ന് തട്ടി കിടക്കയിലേക്ക് ഇരുന്നുപോയി. കിടക്കയിൽ കൈകൾ കുത്തിയിരുന്ന അവൻ കണ്ണുകൾ മിഴിച്ചു. ഹോ, എന്തോന്ന് ആട്ടാടിയത്! ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ? മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, ഒരു ബളിത്താവ് വന്നേക്കൺ. ദേ, മേത്ത് തൊട്ടാൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. പാൽ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവൾ അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. അതിന് നീ ഇത്ര തിളക്കുന്നത് എന്തിനാടി? നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടല്ലേ ഈ കല്യാണം നടന്നത്? എങ്ങനെ? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നോ? നിനക്കല്ലേടാ മരപ്പോർക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഞാനോ? എപ്പോൾ പറഞ്ഞു? പിന്നെ എൻ്റെ തലക്കോളമല്ലേ നിന്നെപ്പോലൊരു മുഴുവട്ടിന് ഇഷ്ടപ്പെടാൻ. പിന്നെ നീ എന്തിനാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? അവൾ എളിക്ക് കൈകൾ കുത്തി അവനെ തുറച്ചു നോക്കി. അത് പിന്നെ അമ്മമ്മയുടെ പേരിലുള്ള സ്ഥലങ്ങളിൽ പകുതി എനിക്ക് തരാമെന്ന് പറഞ്ഞു. അവളുടെ കണ്ണുകൾ ചുരുങ്ങി. ആര് പറഞ്ഞു? അമ്മമ്മ. അവൻ നിഷ്കളങ്കതയോടെ മറുപടിയും കൊടുത്തു. അപ്പോൾ ആ ബൈക്കും എന്നെ കല്യാണം കഴിച്ചതിന് പകരം നിനക്ക് കിട്ടിയതാ അല്ലേ? അതെ. അതിനിപ്പോ എന്താ? നാണമില്ലേടാ നാറി, സ്ത്രീധനം വാങ്ങിയിട്ട് കല്യാണം കഴിക്കാൻ? എന്തിന്? ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ട് തന്നതല്ലല്ലോ. അമ്മമ്മ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് തന്നതല്ലേ. മാത്രമല്ല, നിനക്ക് എന്നെ ഇഷ്ടമാണെന്നും അമ്മമ്മ പറഞ്ഞു. ഓ അച്ചമ്മേ. അവൾ പല്ല് കടിച്ചുകൊണ്ട് ചാരിക്കിടന്ന വാതിലിന് നേർക്ക് നോക്കി അച്ചമ്മയെ സ്മരിച്ചുകൊണ്ട് മുരണ്ടു. പോരിനു തയ്യാറായി നിൽക്കുന്ന കോഴിയെപ്പോലുള്ള അവളുടെ നിൽപ്പ് കണ്ടതും സൈമൺ പറഞ്ഞത് ഓർത്തുകൊണ്ട് അവൻ അവളെയൊന്ന് അനുനയിപ്പിക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും സാരമില്ല ചരക്കെ. ശേ,
നാവ് ചതിച്ചല്ലോടാ സൈവാ. ചക്കരേ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ചരക്കേ എന്നായിപ്പോയതിൻ്റെ മനസ്താപത്തിൽ അവൻ നാക്ക് കടിച്ചു നിൽക്കുന്നതിനിടയിൽ ഗ്ലാസ്സിലുണ്ടായിരുന്ന പാലെടുത്ത് അവൾ അവൻ്റെ തല വഴി കൊട്ടി. ഡീ! കൂട്ടുകാരൻ പഠിപ്പിച്ചു വിട്ട പാഠങ്ങളെല്ലാം മറന്ന് അവൻ അലറി. ഒറ്റച്ചാട്ടത്തിന് അവൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. അവളും തിരിച്ചവൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. പിടിവലിക്കിടയിൽ മുല്ലപ്പൂ ചൂടിയ മുടിയഴിഞ്ഞുലഞ്ഞതും നെറ്റിയിലെ കുങ്കുമം പടർന്നതും മഹിയുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇളകിത്തെറിച്ചതും അവരറിഞ്ഞില്ല. മണിയറയിലെ ശബ്ദകോലാഹലം കേട്ട് ഓടിക്കൂടിയ ആമ്പലിൻ്റെ അച്ഛനും അമ്മയും താമിച്ചേച്ചിയും ശരത്തേട്ടനും ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് എത്തി നോക്കി. മാടമ്പള്ളിയിലെ മനോരോഗിക്ക് അവസാനം മുഴുവട്ടിളകിയ കോലത്തിൽ നിൽക്കുന്ന ആമ്പലിനെയും പാലിൻ്റെ കലത്തിൽ കൊണ്ടുപോയി തലയിട്ടതുപോലെ നിൽക്കുന്ന മഹിയെയും കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നു. തുടരും. കഥയുടെ അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണേ. See you